ഓം ശ്രീനാരായണ പരമഗുരവേ നമഃ. സുപ്രഭാതം. 1154 ദിവസമായ ഇന്ന് 2024 ജൂലൈ മാസം 12 വെള്ളിയാഴ്ച. 1199 ആണ്ട് മിഥുനമാസം 28 ഗുരുവചനങ്ങളിലൂടെ. 100 കൊല്ലമായി ഇരുളടഞ്ഞു കിടക്കുന്ന ഒരു മുറിയിൽ അത്രയും കൊല്ലം വിളക്ക് കത്തിച്ചുവെങ്കിലേ ആ ഇരുൾ മാറുകയുള്ളൂ എന്നുണ്ടോ? ശ്രീനാരായണ ഗുരുദേവൻ. ശ്രീ മങ്ങാട് ബാലചന്ദ്രൻ തയ്യാറാക്കിയ ശ്രീനാരായണ ഗുരുവിൻ്റെ 366 മഹത്തായ ചിന്തകൾ എന്ന പുസ്തകത്തിൽ ഇരുളിനെ അകറ്റുന്ന വെളിച്ചം എന്ന് വിവരിക്കുന്ന ഭാഗമാണ് ഇന്ന് അവതരിപ്പിക്കുന്നത്. കേരളത്തിൽ അനേക നൂറ്റാണ്ടുകളിൽ നിലനിന്നു വരുന്ന അപരിഷ്കൃതങ്ങളായ ആചാരാനുഷ്ഠാനങ്ങളെ ഉന്മൂലനം ചെയ്യുവാൻ നടത്തുന്ന പരിശ്രമങ്ങളെക്കുറിച്ച് സംസാരിക്കുന്നതിനിടയിൽ ഒരാൾ അവ എത്ര നൂറ്റാണ്ട് നടപ്പിലിരുന്നുവോ അത്രയും കാലം കൊണ്ട് മാത്രമേ മാറ്റിക്കിട്ടാൻ സാധിക്കൂ. അപ്പോൾ ഗുരുദേവൻ, 100 കൊല്ലമായി ഇരുളടഞ്ഞു കിടന്ന ഒരു മുറിയിൽ അത്രയും കൊല്ലം വിളക്ക് കത്തിച്ചു വെച്ചുവെങ്കിലേ ആ ഇരുൾ മാറുകയുള്ളൂ എന്നുണ്ടോ? ഈ ഭൂമി ഉരുണ്ടതാണെന്ന ശാസ്ത്രജ്ഞാനം ഉണ്ടാകുന്നതിന് മുമ്പ് വരെ ഭൂമി പരന്നതാണെന്ന സങ്കല്പമാണല്ലോ മനുഷ്യനുണ്ടായിരുന്നത്. ആദിമ മനുഷ്യൻ്റെ പിറവി മുതൽ ഈ ശാസ്ത്രജ്ഞാനം വരുന്നതുവരെയുള്ള എത്രയോ നീണ്ട കാലഘട്ടത്തെ അജ്ഞാനമാണ് ഈ ഒരു പുതിയ അറിവിലൂടെ വേഗം ഇല്ലാതായത്. ഒരാളിൽ നിലനിൽക്കുന്ന ഏതൊരു അജ്ഞാനത്തെയും ദൂരീകരിക്കുവാൻ ആ അജ്ഞാനം നിലനിന്നിരുന്ന അത്രയും കാലത്തെ വിദ്യ ആവശ്യമില്ല എന്നതിന് ഇതിനേക്കാൾ വലിയൊരു ദൃഷ്ടാന്തം മറ്റൊന്നില്ല. അറിവുണ്ടായാൽ എത്ര കാലമായി നിലകൊള്ളുന്ന അജ്ഞാനവും ഞൊടിയിട കൊണ്ട് നീങ്ങിപ്പോകും. അതുപോലെയാണ് അപരിഷ്കൃതവും നിന്ദ്യവുമായ ആചാരങ്ങളും. പുതിയ അറിവും ചിന്തയും ആചാരങ്ങളും ഉണ്ടാകുമ്പോൾ കാലാകാലങ്ങളായി സമൂഹത്തെ ദുഷിപ്പിച്ച് നിലനിന്നു വന്നിരുന്ന അനാചാരങ്ങളും അജ്ഞാനവും ഇല്ലാതാവും. അതിന് പാകമായ നിലയിൽ പുതിയ അറിവുകളെ അറിയുവാനും സ്വാംശീകരിക്കുവാനും കഴിയുന്ന വിധം നമ്മുടെ ആന്തരിക തലങ്ങളെ ശുദ്ധമാക്കി വയ്ക്കണം. അപ്പോഴേ ഈ ലോകത്തിൻ്റെ ഗതിവേഗത്തെ ഉൾക്കൊള്ളുവാനും ജീവിതത്തെ അതിനോട് പൊരുത്തപ്പെടുത്തുവാനും കഴിയൂ. ഏവർക്കും നന്മ നിറഞ്ഞ ഒരു സുദിനം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. ഗുരുധർമ്മം ജയിക്കട്ടെ. ശബ്ദം നൽകിയത് സുജീഷ് മഹേശ്വരി.